ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3 ആയ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? സോ നമ്മൾ കഴിഞ്ഞ സെഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ആയിട്ട് ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ആർബിട്രറി ഇൻ്റഗ്രൽ വാല്യൂസ് കിട്ടും. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പം ഒരൊറ്റ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ +c കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ സിയുടെ പ്രത്യേകത എന്താണ്? സിക്ക് ഏത് വാല്യൂ കൊടുക്കുന്നോ അവിടെയെല്ലാം ആ ഇൻ്റഗ്രൽ വാല്യൂ ശരിയായിരിക്കും. ഓക്കെ, സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ട് ഒരൊറ്റ ആളെ ഉണ്ടാവാൻ പാടുള്ളൂ. സോ എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ഇൻ്റഗ്രൽ f(x) dx is equal to gx + c. ഓക്കെ, ദെൻ ഇത് നൊട്ടേഷനാണ് ഇൻ്റഗ്രൽ a to b f(x) dx. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയിൽ g(x) നമുക്ക് കിട്ടുമല്ലോ. സോ ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സ് ഉള്ളിടത്ത് ബി അപ്ലൈ ചെയ്യുക, മൈനസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സ് ഉള്ളിടത്ത് എ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എനെയാണ് എന്ത് പറയുക? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് f(x) ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുക. അതിൻ്റെ നൊട്ടേഷനാണ് ഇൻ്റഗ്രൽ a to b f(x) dx. ഇവിടെ എനെയും ബിനെയും നമ്മൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അതിൽ എനെ തന്നെ ലോവർ ലിമിറ്റ് എന്ന് പറയും, ബിയെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇൻ്റഗ്രൽ a to b f(x) dx is equal to ഇൻ്റഗ്രൽ a to b f(y) dy. സോ ഈ പ്രോപ്പർട്ടി പറയുന്നത് നിങ്ങൾ f(x) കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിൽ x എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും. സോ ആ വേരിയബിൾ മാറ്റി y എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാലും രണ്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഒന്ന് തന്നെയായിരിക്കും. രണ്ടാമത്തത് ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൈനസ് ഓഫ് ഇൻ്റഗ്രൽ b to a f(x) dx എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. മൂന്നാമത്തത് എപ്പോഴാണ് നമുക്ക് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഇൻ്റഗ്രൽ a to b f(x) dx is equal to ഇൻ്റഗ്രൽ a to c f(x) dx പ്ലസ് ഇൻ്റഗ്രൽ c to b f(x) dx. ഇവിടെ സിക്ക് പ്രത്യേകത ഉണ്ട്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു നമ്പർ തന്നെ ആയിരിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് പ്രോബ്ലം, ഇൻ്റഗ്രൽ 0 to 1 x² into x³ + 1 dx. സോ നമുക്ക് ഇവിടെയുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ആദ്യം ഇവിടെ കണ്ടുപിടിക്കും, എന്നിട്ട് വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഇൻ്റഗ്രൽസും നോക്കുക. സോ ആ മെത്തേഡ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. സോ ആദ്യം നമ്മളിവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. സോ ആൻസർ, സോ ഇത് നമ്മൾ ചെയ്ത ആദ്യ പ്രോബ്ലം ടൈപ്പാണ്. സോ ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ നമുക്കത് എഴുതി നോക്കാം. x³ + 1 dx is equal to, ആദ്യം ഈ ബ്രാക്കറ്റ് മാറ്റുക, ഇൻ്റഗ്രൽ 0 to 1 x⁵ പ്ലസ് x⁵2 dx. ഓക്കെ, സോ ഈ ഇൻ്റഗ്രൽ x⁵ പ്ലസ് x² നമുക്കറിയാലോ. സോ എന്താണ് നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സോ നമ്മളിത് നേരിട്ട് ചെയ്യാണ്. x⁵ ഇൻ്റഗ്രൽ എന്താണ്? x⁴/6 ആണ്. പ്ലസ് x² ഇൻ്റഗ്രൽ x³ ആണ്. ഇതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഒരു പ്ലസ് സിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സോ നമുക്കിവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റഗ്രൽ f(x) dx g(x) ആണെന്നുണ്ടെങ്കിൽ g(x)ൽ 1 അപ്ലൈ ചെയ്യുക, മൈനസ് g(x)ൽ 0 അപ്ലൈ ചെയ്യുക. സോ ഇതെന്ത് വരും? 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1⁴6/6 പ്ലസ് 1⁴3/3 മൈനസ് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0⁴6/6 പ്ലസ് 0⁴3/3 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/6 പ്ലസ് 1/3. ഇത് 0 ആയി പോവും. 1/6 പ്ലസ് 1/3 എന്താണ്? 6 LCM ആയിട്ട് എടുക്കാം. സോ ഇവിടെ എന്ത് വരും? 1 വരും, ഇവിടെ 2 വരും. സോ 3/6 വരും. ദാറ്റ് ഈസ് 1/2. ക്ലിയർ ആണോ? നോക്കിയേ അടുത്ത പ്രോബ്ലം. Integral 0 to 1 √x minus 1 the whole square divided by √x. So answer, this is equal to integral 0 to 1 a minus b whole square എന്താണ്? a square minus 2ab
ബി പ്ലസ് ബി സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 റൂട്ട് എക്സ് സ്ക്വയർ എക്സ് തന്നെയാണ്, മൈനസ് 2 റൂട്ട് എക്സ് ആണ്, പ്ലസ് 1 ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് വരും. സോ ഡി എക്സ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ബൈ റൂട്ട് എക്സ്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്താണെന്ന് തോന്നുന്നു. സോ എക്സ് ബൈ റൂട്ട് എക്സ് വരും. എക്സ് ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ക്യാൻസൽ ആയത് ഇവിടെ 2 വരും, പ്ലസ് 1 ബൈ റൂട്ട് എക്സ് വരും ഡി എക്സ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ബൈ റൂട്ട് എക്സ് എന്താണ്? എക്സ് ബൈ റൂട്ട് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പവർ 1 ഡിവൈഡഡ് ബൈ എക്സ് പവർ 1/2 ആണ്. അതായത് എക്സ് പവർ 1 മൈനസ് 1/2. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ് പവർ 1/2 ആണ്, മൈനസ് 2 ഉണ്ട്, പ്ലസ് 1 ബൈ റൂട്ട് എക്സ് എന്താണ്? 1 ബൈ റൂട്ട് എക്സ് ഇസ് 1 ബൈ എക്സ് പവർ 1/2 ആണ്. 1 ബൈ എക്സ് പവർ 1/2 എന്താണ്? എക്സ് പവർ മൈനസ് 1/2 ആണ് ഡി എക്സ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പവർ 1/, ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. എക്സ് പവർ 1/2യുടെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് പവർ 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 മൈനസ് 2x പ്ലസ് എക്സ് പവർ മൈനസ് 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1/2 പ്ലസ് 1, പിന്നെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 1. ഓക്കെ, സോ നമുക്കിവിടെ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പവർ 1/2 പ്ലസ് 1 ഇസ് എക്സ് പവർ 3/2 ആണ്, ഡിവൈഡഡ് ബൈ 3/2 മൈനസ് 2x പ്ലസ് എക്സ് പവർ 1/2 ഡിവൈഡഡ് ബൈ 1/2 ഫ്രം ദ ലിമിറ്റ് 0 to 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു എക്സ് പവർ 3/2 മൈനസ് 2x പ്ലസ് 2 ഇൻറ്റു എക്സ് പവർ 1/2 ഫ്രം ദ ലിമിറ്റ് 0 to 1. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് 2/3, 1 പവർ 3/2 1 ആണ്, മൈനസ് 2 ഇൻറ്റു 1 2 ആണ്, പ്ലസ് 2 ഇൻറ്റു 1 2 ആണ്, പിന്നെ മൈനസ് 0 ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 മൈനസ് 0 പ്ലസ് 0. ഓക്കെ, സോ ഇതെന്ത് വരും? 2/3 മൈനസ് 2 പ്ലസ് 2 0 ആണ്. സോ 2/3. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to 1/√2 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കറിയാം 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്? ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ആൻഡ് ഫ്രം ദ ലിമിറ്റ് 0 to 1/√2. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 0. ദിസ് ഈസ് ഈക്വൽ ടു, സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏത് ആംഗിളിലാണ് സൈൻ 1/√2 ആവുക? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആംഗിൾ കിട്ടണം, ആ ആംഗിൾ തീറ്റ കിട്ടണം, സൈൻ തീറ്റ എന്തായിരിക്കണം? 1/√2 ആയിരിക്കണം. സോ 1/√2 വാല്യൂ വരുന്ന ആംഗിൾ ഏതാണ്? നമുക്കറിയാം സൈൻ 45 ഡിഗ്രി എന്താണ്? 1/√2 ആണ്. സോ ഇവിടെ എന്ത് വരും? 45 ഡിഗ്രി എന്ന് വരും, മൈനസ് ഏത് ആംഗിളിലാണ് സൈൻ 0 ആവുക? സൈൻ വാല്യൂ സൈൻ 0 തന്നെയാണ്. സോ ദിസ് ഈസ് 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് എഴുതാം. നമ്മൾ റേഡിയനിൽ എഴുതുകയാണ് ഇത് കുറച്ചും കൂടി നല്ലത്. സോ π/4 എന്ന് എഴുതാം. പൈയെ നിങ്ങൾ 180 ഡിഗ്രി ആക്കി വെക്കുക. 180/4 എന്താണ്? 45 ആണ്. ക്ലിയർ ആണോ നോക്കിയേ. നെക്സ്റ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to π/2 sin x പ്ലസ് cos x dx. സോ ഇൻ്റഗ്രൽ sin x പ്ലസ് cos x എന്താണ്? sin xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos x ആണ്, cos xൻ്റെ ഇൻ്റഗ്രൽ sin x ആണ്. സോ ഫ്രം ദ ലിമിറ്റ് 0 to π/2. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഉള്ള സ്ഥലത്ത് π/2 കൊടുക്കുക. സോ മൈനസ് cos π/2 പ്ലസ് സൈൻ π/2 മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് cos 0 പ്ലസ് സൈൻ 0.
സോ ഈ വാല്യൂവിന് അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ഇതിന് ലോവർ ലിമിറ്റ് കൊടുത്തു. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് പൈ ബൈ 2 0 ആണ്, പ്ലസ് സൈൻ പൈ ബൈ 2 1 ആണ്, മൈനസ് കോസ് 0 1 ആണ്, സോ മൈനസ് 1 പ്ലസ് സൈൻ 0 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറുടെ ഇൻറ്റഗ്രൽ നമുക്കറിയാം, അത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ഫ്രം ദ ലിമിറ്റ് 1 ടു ഇൻഫിനിറ്റി ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. സോ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്താണ്? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ എടുത്തു കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ടാൻ ഓഫ് ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞാലാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ വരിക. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഷനായിട്ട് 0 വന്നു കഴിഞ്ഞാൽ മാത്സിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ ചില അവസരങ്ങളിൽ 1/0നെ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് അങ്ങ് എഴുതും. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? ഏത് ടാൻ ഓഫ് ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞാലാണ് 1/0 വരിക? അതായത് നമുക്കറിയാം ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. സോ സൈൻ കാണുമ്പം 1 വരണം, കോസ് കാണുമ്പം 0 വരണം. ആ ആംഗിൾ ഏതാണ്? ഓക്കെ, സോ ഇൻഫിനിറ്റിക്ക് പകരം നമ്മൾ 1/0 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ 1/0നെ ചില അവസരങ്ങളിൽ ഇൻഫിനിറ്റി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ നമ്മൾ എന്ത് നോക്കും? ടാൻ വാല്യൂ അല്ലെങ്കിൽ ടാൻ ഓഫ് ആംഗിൾ എപ്പോഴാണ് 1/0 ആവുക? അതായത് ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് ആയിരുന്നു. സോ സൈൻ വാല്യൂ 1ഉം കോസ് വാല്യൂ 0യും വരുന്ന ആംഗിൾ ഏതാണ്? അത് നമുക്കറിയാം π/2 ആണ്. സോ ദിസ് ഈസ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്താണ്? അതായത് ടാൻ ഓഫ് ഏത് ആംഗിളാണ് 1 വരിക? നമുക്കറിയാം സൈൻ 45ഉം കോസ് 45ഉം എന്താണ്? അല്ലെങ്കിൽ സൈൻ π/4 ഡിവൈഡഡ് ബൈ കോസ് π/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂ 1/√2 ആണ്. സോ ടാൻ വാല്യൂ എന്തായിട്ട് മാറും? അവിടെ 1 ആയിട്ട് മാറും. സോ ടാൻ ആംഗിൾ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ആംഗിൾ π/4 ആയിരിക്കണം, അല്ലെങ്കിൽ 45 ഡിഗ്രി ആയിരിക്കണം. സോ ഇതെന്തായിരിക്കും? നമ്മൾ 4 LC ആയിട്ട് എടുക്കുക. സോ ദിസ് ഈസ് 2π മൈനസ് π ദാറ്റ് ഈസ് ഈക്വൽ ടു π/4. ക്ലിയർ ആണോ നോക്കുക? നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ 1/0 ആയിട്ടാണ് എടുക്കുക. സോ സൈൻ 1ഉം കോസ് 0യും വരുന്ന വാല്യൂ π/2ലാണ്. അതേപോലെ ടാൻ 1 വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വന്നാൽ മതി? ഒരു 1/√2 ഡിവൈഡഡ് ബൈ 1/√2 ആംഗിൾ കിട്ടിയാൽ പോരെ? അതായത് സൈൻ വാല്യൂ 1/√2 കോസ് വാല്യൂ 1/√2 വരുന്നത് 45 ഡിഗ്രിയിലാണ്. 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ π/4 തന്നെയാണ്. മനസ്സിലായോ നോക്കിയേ? അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ 5 to 8 സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3x. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് നമ്മുടെ ടൈപ്പ് 1 ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ടൈപ്പ് 1 നേരിട്ടായിരുന്നു ചെയ്തത്. അടുത്ത സെഷൻസ് മുതലായിരുന്നു നമ്മൾ മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം നോക്കി, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി മൊത്തം ചെയ്യാൻ തുടങ്ങിയത്. സോ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ചെയ്ത് നോക്കാം. നേരിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് സമയ ലാഭമാണ്. ഓക്കെ, നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 + 3xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1 + 3x is equal to u. So taking derivative on both sides with respect to x എന്ത് കിട്ടും? 3 is equal to du/dx കിട്ടും. So this implies നമുക്കിവിടെ 3 ഒന്നുമില്ല, dx മാത്രം ഇങ്ങോട്ട് എടുക്കുക. dx is equal to 1/3 du എന്ന് കിട്ടും. സോ നമ്മുടെ ഇൻറ്റഗ്രൽ എടുക്കുക. ഇൻറ്റഗ്രൽ 5 to 8 സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3x dx വരും. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ 5 to 8 സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3x എന്താണ്? u ആണ്. dx എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 du ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ 5 to 8 സ്ക്വയർ റൂട്ട് ഓഫ് u du ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ 5 to 8 സ്ക്വയർ റൂട്ട് ഓഫ് u എന്ന് വെച്ച് കഴിഞ്ഞാൽ u പവർ 1/2 ആണ്. ഇനി u പവർ 1/2യുടെ ഇൻറ്റഗ്രൽ എന്താണ്? u പവർ 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 ഫ്രം ദ ലിമിറ്റ് 5 to 8. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു
1/3 ഇൻറ്റു 1/2 പ്ലസ് 1 എന്ത് വരും? 3/2 വരും. സോ അത് മേലേക്ക് പോകുമ്പോൾ 2/3 ആവും. ഓക്കെ, സോ ഒരു സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതണം എന്നുണ്ടെങ്കിൽ 1/3 ഇൻറ്റു u പവർ 3/2 ഡിവൈഡഡ് ബൈ 3/2 ആണ് ഫ്രം ദ ലിമിറ്റ് 5 to 8. ഓക്കെ, സോ 2/3 ഇൻറ്റു u പവർ 3/2 വരും ഫ്രം ദ ലിമിറ്റ് 5 to 8. സോ നമുക്കിവിടെ സ്കെയിലാർ ഉള്ളത് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഇസ് 2/9 ഇൻറ്റു u പവർ 3/2 വരും ഫ്രം ദ ലിമിറ്റ് 5 to 8. ഇനി ചെയ്ത് നോക്കുക ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. സോ ദിസ് 2/9 ഇൻറ്റു എന്ത് വരും? യുവിനെ നമ്മൾ മാറ്റിയില്ല. സോ 2/9 ഇൻറ്റു യു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 3x ആണ്, പവർ 3/2 വരും ഫ്രം ദ ലിമിറ്റ് 5 to 8. ഓക്കെ, സോ ദിസ് ഈസ് എക്സിന് 8 കൊടുക്കുക. ഇത് 8 ആണേ. എക്സിന് 8 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 + 24 പവർ 3/2 മൈനസ് 5 കൊടുത്തു കഴിഞ്ഞാൽ 1 + 15 പവർ 3/2. ഇത് വലിയ ബ്രാക്കറ്റ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു എന്ത് വരും? ദിസ് ഈസ് 25 ആണ്. 25 പവർ 3/2 മൈനസ് 16 പവർ 3/2. ഇനി നമ്മൾ മേലെയുള്ള ഡിവിഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. 2/9 ഇൻറ്റു ഇതിനെ നമ്മൾ 25 പവർ 1/2 എഴുതുക, ഹോൾ ക്യൂബ്. ഇത് തന്നെയാണല്ലോ ഇത്, കാരണം 25 പവർ 1/2 പവർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പവർ 3/2 ആണ്. മൈനസ് 16 പവർ 1/2 എഴുതി, പവർ 3 എഴുതി. ഇനി ഒരു വലിയ ബ്രാക്കറ്റ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു 25 പവർ 1/2 എന്താണ്? 25 പവർ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 ആണ്, ദാറ്റ് ഈസ് 5 ക്യൂബ് മൈനസ് 16 പവർ 1/2 4 ആണ്, 4 ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നെ എഴുതാൻ പറ്റുമോ നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു 5 ക്യൂബ് എന്താണ്? 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 5 എന്തായിരിക്കും? 125 മൈനസ് 4 ക്യൂബ് എന്താണ്? 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 4 64. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു 125 മൈനസ് 64 ആണ്, ദാറ്റ് ഈസ് 161. സോ 2/9 ഇൻറ്റു 61 വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 122 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഇൻ്റഗ്രൽ 0 to π/2 sin 5x cos 2x dx. സോ നമ്മളിവിടെ ആദ്യം sin 5x cos 2xനൊന്ന് മാറ്റി എഴുതുക. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 sin a cos b എന്താണ്? ദിസ് ഈസ് sin a plus b plus sin a minus b ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇവിടെ അത് അപ്ലൈ ചെയ്യണം. സോ ഇൻ്റഗ്രൽ 0 to π/2 sin 5x cos 2x dx is equal to. സോ ഇൻ്റഗ്രൽ 0 to π/2. സോ നമുക്കിവിടെ 2 ഇവിടെ ഉണ്ടെങ്കിലാണ് ഇവിടെ sin a plus b plus sin a minus b എന്ന് എഴുതുക. സോ ഇവിടെ 2 ഇല്ലെങ്കിൽ അതിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് 1/2 ഇൻറ്റു എന്ത് വരും? സൈൻ ഓഫ് a plus b എന്താണ്? 7x പ്ലസ് a minus b എന്താണ്? 3x ആണ്. ഓക്കെ, dx. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2നെ നമുക്ക് പുറമേക്ക് എടുക്കാം. സോ ഇവിടെ sin 7x പ്ലസ് sin 3x ആണ്. sin 7xൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? ദാറ്റ് ഈസ് മൈനസ് cos 7x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കൂടെയുള്ള ആളെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്ത് വരും? മൈനസ് cos 3x ഡിവൈഡഡ് ബൈ 3 വരും ഫ്രം ദ ലിമിറ്റ് 0 to π/2. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു π/2 കൊടുത്ത് നോക്കുക, മൈനസ് cos
7 pi by 2 divided by 7 minus cos 3 pi by 2 divided by 3 minus cos 7 into 0 0 divided by 7 minus cos 0 divided by 3. Okay, and this is equal to 1 by 2 into, so ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൈ ബൈ ടുയുടെ ആംഗിൾ ആയിട്ടാണ് വന്നത്. നമുക്കറിയാം കോസ് പൈ ബൈ ടു ആംഗിൾസിൽ എന്താണ് 0 ആണ്. സോ ഇവിടെ ഓഡ് നമ്പറുമാണ് വന്നത്, വെട്ടിപ്പോകാനൊന്നുമില്ല. സോ ഇവിടെ നമുക്ക് പൈ ബൈ ടുയുടെ ആംഗിളാണ്, ഇവിടെയും പൈ ബൈ ടുയുടെ ആംഗിളാണ്. സോ അവിടെ കോസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, 0 മൈനസ് 0 ആയിരിക്കും. മൈനസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, കോസ് 0 1 ആണ്. സോ മൈനസ് 1 by 7 മൈനസ് കോസ് 0 1 by 3. ഓക്കെ, സോ ഇതെന്ത് വരും? 1 by 2 ഇൻറ്റു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 by 7, ഈ മൈനസ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 1 by 3. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു, ഇവിടെ LCM 21 ആയിട്ട് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 plus 7 that is equal to 10 divided by 2 into 21. So 10ൽ 2 5 times പോവും. So 5 by 21. അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ 0 to pi by 3 cos 4x cos x dx ആണ്. സോ ഇവിടെ നമ്മൾ റൂൾ നോക്കുക, 2 cos a cos b എന്തായിരുന്നു? സോ ദിസ് ഈസ് cos a plus b plus cos a minus b ആണ്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് വരും? ഇൻറ്റഗ്രൽ 0 to pi by 3 cos 4x cos x dx ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 1 by 2 ആവും. സോ ദിസ് ഈസ് cos of a plus b is 5x plus cos of a minus b is cos 3x. ഓക്കെ, ഇൻറ്റഗ്രൽ 0 to pi by 3 എഴുതാൻ വിട്ടു, ആൻഡ് dx. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റഗ്രൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ 5x ഡിവൈഡഡ് ബൈ 5 പ്ലസ് സൈൻ, ഈ 0 ഇങ്ങോട്ടേക്ക് എഴുതാം, സൈൻ 3x ഡിവൈഡഡ് ബൈ 3 ഫ്രം ദ ലിമിറ്റ് 0 to pi by 3. ഓക്കെ, so this is equal to 1 by 2 into sin 5 pi by 3 divided by 5 plus sin 3 pi by 3 divided by 3 minus sin 0 by 5 plus sin 0 by 3. Okay, and this is equal to 1 by 2 into sin 5 pi by 3 എന്താണ്? നമുക്കിവിടെ ചെയ്ത് നോക്കാം. sin 5 pi by 3, sin 5 pi by 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? sin pi മൈനസ് പൈ ബൈ 3 എന്ന് എഴുതാൻ പറ്റുമോ? ദിസ് ഇസ് 2π ആണ്, പക്ഷേ 2π ഇവിടെ ചേർത്താലോ? ഓക്കെ, സോ സൈൻ 5 pi by 3 ഈസ് സൈൻ 2π മൈനസ് പൈ ബൈ 3 അല്ലേ? കാരണം LC എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6π ആവും. 6π മൈനസ് പൈ 5π ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, സോ ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക? 2π എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണ്. സോ അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4th ക്വാഡ്രൻറ്റിലാണ് വരിക. 4th ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 4th ക്വാഡ്രൻറ്റിൽ കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സോ സൈൻ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഓഫ്, ഇവിടെ 2 ഈവൺ നമ്പറാണ്. സോ സൈൻ തന്നെ വരും പൈ ബൈ 3. ഓക്കെ, സോ സൈൻ പൈ ബൈ 3 എന്താണ്? സൈൻ 60 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2 ആണ്. സോ ഇവിടെ എന്ത് വരും? മൈനസ് √3/2
ഡിവൈഡഡ് ബൈ 5 പ്ലസ് ഇവിടെ 3 ക്യാൻസലായി പൈ മാത്രമാവും. സോ സൈൻ പൈ 0 ആണ്, 0/3. ഇവിടെ സൈൻ സീറോസ് എല്ലാം 0 ആണ്. സോ -0 + 0 വരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -√3/10 വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -√3 ഡിവൈഡഡ് ബൈ 20. ക്ലിയർ ആണോ നോക്കിയേ. അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ 0 to π/2 sin square x dx ആണ്. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ 0 to π/2 sin square x dx is equal to. സോ sin square x എങ്ങനെ എഴുതാം? നമുക്കറിയാം cos 2θ എന്താണ്? 1 - 2 sin square θ ആണല്ലോ. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് 2 sin square θ ഇങ്ങോട്ട് കൊണ്ടുവരിക, cos 2θ അങ്ങോട്ട് കൊണ്ടുപോവുക, 1 - cos 2θ. സോ ദിസ് ഇംപ്ലൈസ് sin square θ എന്ത് വരും? 1 - cos 2θ ഡിവൈഡഡ് ബൈ 2. സോ sin square θ നമുക്ക് എന്ത് എഴുതാം? ഇൻറ്റഗ്രൽ 0 to π/2 1 - cos 2θ ഡിവൈഡഡ് ബൈ 2. സോറി, 2θ അല്ല, ഇവിടെ ആകുമ്പോൾ x ആവും, dx. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വരും. സോ ഇൻറ്റഗ്രൽ 0 to π/2 1 - cos 2x dx ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1 എന്താണ്? x ആണ്, മൈനസ് cos 2xൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? sin 2x ഡിവൈഡഡ് ബൈ 2 ആണ്, ഫ്രം ദ ലിമിറ്റ് 0 to π/2. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു π/2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? π/2 മൈനസ് sin 2π/2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 0 മൈനസ് sin 0/2 വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു π/2 മൈനസ് sin 2π/2ൽ 2 ക്യാൻസലായി sin പൈ 0 ആണ്, ഇവിടെ എല്ലാം 0 ആയിട്ട് വരും. സോ ദിസ് ഈസ് π/4. അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ 0 to π/2 √1 + sin x dx. സോ നമ്മൾ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലം ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ ചെയ്തതാണ്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഐഡൻറ്റിറ്റി ഉണ്ട്. sin square x + cos square x എന്താണ്? 1 ആണ്. സോ നമ്മൾ ഈ 1ന് പകരം അത് എഴുതാൻ പോവാണ്. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ 0 to π/2 √, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ sin x നോക്കണം. നമുക്കറിയാം sin 2x എന്താണ്? 2 sin x cos x ആണ്. ഓക്കെ, സോ ഇവിടെ sin x ആണെങ്കിൽ എന്ത് വരും? സോ ഇവിടെ 2x ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആംഗിളാണ് ഇവിടെ വരിക. സോ ഇവിടെ x ആയതുകൊണ്ട് അതിൻ്റെ പകുതി ആംഗിൾ എന്തായിരിക്കും? x/2 ഉപയോഗിക്കേണ്ടി വരും. സോ അതിനനുസരിച്ച് നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്യാണ്. സോ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ sin square x/2 പ്ലസ് cos square x/2 ആണ്, പ്ലസ് sin x എന്താണ്? 2 sin x/2 cos x/2. ഓക്കെ, സ്ക്വയർ റൂട്ട് ഉണ്ട്, പിന്നെ ഒരു dxഉം. dx സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലല്ല കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π/2. സോ ഇത് നോക്കൂ, a² + b², 2ab ടൈപ്പ് അല്ലേ ഇതുള്ളത്. a² + b² + 2ab എന്താണ്? a + b ഹോൾ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് a + b ഹോൾ സ്ക്വയർ ആൻഡ് dx. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0 to π/2. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ആ സ്ക്വയർ റൂട്ടും പോവും സ്ക്വയറും പോവും, ബാക്കി ആ ടേംസ് മാത്രമായിട്ട് വരും, dx. ഓക്കെ, സോ ഇതെന്ത് വരും? sin x/2 എന്താണ്? മൈനസ് cos ഓഫ് x/2 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കൂടെ എന്താണോ ഉള്ളത് അത് ഡിവൈഡ് ചെയ്യുക, പ്ലസ് cos ഓഫ് x/2യുടെ ഇൻറ്റഗ്രൽ sin ഓഫ് x/2 ഡിവൈഡഡ് ബൈ 1/2 ഫ്രം ദ ലിമിറ്റ്
0 to pi by 2. സോ ഇവിടെ 1/1/2 ആണ്. അതിൽ നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. ബാക്കി നമുക്ക് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് കോസ് ഓഫ് π/2/2 ആണ്, അത് π/4 ആവും. പ്ലസ് സൈൻ ഓഫ് π/2/2 ആണ്, അത് സൈൻ π/4 ആവും. മൈനസ് കോസ് 0 പ്ലസ് സൈൻ 0 വരും. ഇനി വലിയ ബ്രാക്കറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് π/4 1/√2 ആണ്, സൈൻ π/4 1/√2 ആണ്, മൈനസ് ഓഫ് -1 ആണ്, ഇത് പ്ലസ് 0 ആയി പോകും. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -1/√2 പ്ലസ് 1/√2 പോയി, ബാക്കി പ്ലസ് 1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2. Homeworks 1. Integral 1 to 3 x square plus 2x minus 3 dx. 2. Integral 0 to π/4 tan x dx. 3. Integral 0 to 1 dx by square root of 1 minus x square. 4. Integral 3 to 11 square root of 2x plus 3 dx. 5. Integral 0 to π/6 sin 3x cos 5x dx. 6. Integral 0 to π/8 sin x sin 3x dx. 7. Integral 0 to π/2 cos square 2x dx. And 8. Integral 0 to π/2 sin cube x dx.